ഫ്രണ്ട് സ്റ്റോറി ഇട്ട് പോവാം. അങ്ങനെ ആ പെണ്ണ് ഫോളോ ചെയ്ത് വരാൻ തുടങ്ങി. അതെ, മിയ ഫോളോ ചെയ്ത് വരാൻ തുടങ്ങി. എവിടേക്കാ പോകുന്നത്? റെസ്റ്റോറൻറ്റ് പോയി. ഷുഗ പറയാൻ ഫുഡ് ഏതാണ് അവിടെ? ഏതെല്ലാം ഫുഡുണ്ട്? എല്ലാ ഫുഡുണ്ട്. ഷുഗ സ്മൈൽ ചെയ്യാൻ പറയാൻ തുടങ്ങി. ഇന്ത്യ ഫുഡുണ്ടോ? ഇന്ത്യ ഫുഡുണ്ട്. വലിയ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അങ്ങനെ ഷുഗ സ്മൈൽ ചെയ്യാൻ പറയാൻ തുടങ്ങി. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തു. അങ്ങനെ ഷുഗ നോക്കാൻ തുടങ്ങി. അങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഫുഡ് കഴിച്ച് മണി കൊടുത്ത് അങ്ങനെ ഷുഗാനോട് സംസാരിക്കായിരുന്നു. അപ്പോൾ എന്നെല്ലാം നോക്കിയായിരുന്നു, ശ്രദ്ധിച്ചായിരുന്നു. അങ്ങനെയായിട്ട് ഷുഗാനോട് ആ പെണ്ണ് വരുമ്പോൾ ബീച്ച് സൈഡ് വന്നു. ആ ഷുഗർ ഫോളോ ചെയ്യുന്ന പെണ്ണ് വന്നു. അവിടെ ആരും ഇല്ലായിരുന്നു. പെണ്ണും പിന്നെ അതെ. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ പെണ്ണിന് ഷുഗാനോട് എടുത്ത് ഷുഗറിനെ കിസ് അടിക്കാൻ തുടങ്ങി. ഇത് കേട്ട് ഷുഗർക്ക് ഷോക്കായി പോയി. ഷുഗറിനെ പിടിച്ച് കിസ് അടിക്കാൻ തുടങ്ങിയത് ഷുഗർക്ക് ഷോക്കായി പോയി. അങ്ങനെ കിസ് അടിക്കുമ്പോൾ ഷുഗർക്ക് എന്ത് നടക്കുന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഷുഗറിനെ കിസ് അടിച്ച് ബോസ് ഇന്നസെൻറ്റ് ബോസ് എന്ന് പറഞ്ഞ് പിടിച്ച് കിസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയായിട്ട് നോക്കുമ്പോൾ ഷുഗർക്ക് ഒന്നും അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഷുഗർ പിടിച്ച് കിസ് അടിക്കാൻ തുടങ്ങി. വെച്ച് കണ്ണെടുക്കാതെ സെറ്റ് ആയിരിക്കുമായിരുന്നു. ആ പെണ്ണുകൾക്ക് ഹാർട്ടിൽ പെയിനായിരുന്നു. ആ പെണ്ണുക്ക് ഷോക്കായി പോയി. ഷുഗർക്ക് ഒന്നും അറിയില്ലായിരുന്നു. എന്താണ് നടക്കുന്ന ബാന് ഷുഗർ നോക്കിയായിരുന്നു. ഷുഗറിനെ പിടിച്ച് കിസ് അടിക്കാൻ തുടങ്ങി. അങ്ങനെ ആ പെണ്ണുക്ക് ടെൻഷനായി. ആ കൂടെ ഉള്ള ജാക്ക് എന്ന പേര് മറ്റേ ജാക്ക് നോക്കാൻ തുടങ്ങി. എന്തിടാ പറ്റി നോക്കടാ, എന്ത് ഇവിടെ നടക്കുന്നു? ആ ചെക്കന് ജാക്ക് പറഞ്ഞു, എന്തടി വിഷമിക്കണ്ട. അങ്ങനെ പറഞ്ഞായിരുന്നു ബോയ് ഫ്രണ്ട്. അത് ബോയ്സ് ഫ്രണ്ടാണ് ചെറുക്കൻ. ഗേൾസ് ഷോക്കായി. മച്ചി എന്തിനാ ഇവിടെ നടക്കുന്നത്? മീയൊക്കെ ടെൻഷൻ തുടങ്ങി. എന്താ ആള്, നീ ഇന്നിനാ കിസ് അടിക്കാൻ പോകുന്നത്? തയ്ക്കാൻ വന്നു. അങ്ങനെ ഷുഗർക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഷുഗർക്ക് എന്നും നടക്കുന്ന ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ കിസ് അടിച്ചു. അങ്ങനെയായിട്ട് അങ്ങനെ ഷുഗർ ഇങ്ങനെ കൈ വന്ന് ഇടുപ്പിൽ വന്നു. അതെ, ഷുഗറിനെ ചിരിച്ച് സ്മൈൽ ചെയ്ത് ഷുഗർ ഇടുപ്പ് പിടിച്ച് കിസ് അടിക്കാൻ തുടങ്ങി. ഇത് കണ്ട അമ്മയാൾക്ക് ഹാർട്ടിൽ പെയിൻ വരാൻ തുടങ്ങി. ഇയാൾക്ക് ഷുഗർക്കൊന്നും അറിയില്ല. ഇങ്ങനെ ചെയ്ത് ഷുഗർക്ക് ഫീലായി. സുഖം കിസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ രണ്ടുപേരും കിസ് അടിക്കാൻ തുടങ്ങി. ഇത് എനിക്ക് ഷോക്കായി. അവിടുന്ന് ടെൻഷനിൽ പോയി പിന്നെ ആൾക്കൊക്കെ ഓക്കെ മാരേജ് എന്താ ഞാൻ കഴിക്കുമെന്ന് പെണ്ണുക്ക് ടെൻഷനായി. ശരി ഓക്കെ. അങ്ങനെ ആ പെണ്ണ് ടെൻഷനിൽ പോയി. പെണ്ണുക്ക് വീട്ടിൽ കോൾ വന്നായിരുന്നു. നാളെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ വീട്ടിൽ ഫോൺ വന്നു. നൈറ്റ് ഉറങ്ങായിരുന്നു. നൈറ്റ് ഫോൺ വന്നു. ഹലോ, എന്താ പറ്റിയമ്മ? മോളെ മിയ, വീട്ടിലേക്ക് വാ മിയ. എന്നമ്മ? വീട്ടിലേക്ക് വാടി, ഒരു പ്രശ്നമുണ്ട് എന്ന് മിയ എൻ്റെ അമ്മ വിളിച്ചു. അങ്ങനെ മിയ അവിടുന്ന് പോയി. ശരി, എന്താ ഞാൻ ഇവിടേക്ക് വരും അങ്ങനെ പ്ലാൻ ചെയ്തെന്ന്. ആ പെണ്ണ് ടെൻഷനിൽ പോയി. വീട്ടിൽ പ്രശ്നമായിരുന്നു. മിയാൻ്റെ ചേച്ചി ഒരു ചെക്കൻ ലവ് ചെയ്തിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ബിസിനസ് മാനാണ്. മിയയുടെ അച്ഛൻ വലിയ ബിസിനസ് മാൻ. അങ്ങനെ ഒരു സാധാരണ ചെക്കനെ ലവ് ചെയ്യുന്നതായിരുന്നു. അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു. ബിസിനസ് മാനായിക്ക് കല്യാണം കഴിച്ച് കൊടുക്കുമെന്ന് അങ്ങനെ വാശിയിൽ മിയയുടെ ചേച്ചിക്കും കല്യാണമായി. മിയയുടെ ചേച്ചിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ വിഷമത്തിനായിരുന്നു. മിയയുടെ ചേച്ചിക്കും കല്യാണം നടന്നു. ഇതാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ എൻഗേജ്മെൻറ്റ് കുറച്ച് ദിവസം കല്യാണം. മിയ നീ ഇവിടെ പോകുന്നത് ചേച്ചിനെ എന്നാ നോക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ കല്യാണം നടക്കാൻ പോകുന്നതായിരുന്നു. അതെ, മിയക്കും ചേച്ചിക്ക് കല്യാണമായി. അങ്ങനെയായിട്ട് മിയയോട് പറഞ്ഞായിരുന്നു. അത് പിറ്റേ മാരേജാണ്. അങ്ങനെ മാരേജും ഡേയ്സ് ഇങ്ങനെ ഡേയ്സ് പോയി. മാരേജുമായി. മിയ പറഞ്ഞു വീട്ടിലേക്ക് പോകും. അങ്ങനെ റെസ്റ്റോറൻറ്റ് പോകുന്നു. മിയ എന്താ വെച്ചാൽ നിങ്ങൾക്ക് കോളേജ് സ്റ്റാർട്ടായി. മിയ അയ്യോ മറന്നുപോയി. ശരി, എനിക്കൊരു ലീവ് കിട്ടിയാൽ ഇവിടുന്ന് പോവാന്ന്. പിന്നെ കുറച്ച് ദിവസം അതിൻ്റെ ക്ലാസ് വന്ന് സ്റ്റാർട്ടായി. അങ്ങനെ മിയ പോയി കോളേജ്. അങ്ങനെ മിയക്കും കുറച്ച് സാഡായിരുന്നു. ഇങ്ങനെ ഷുഗറിനെ നോക്കണമെന്ന് മിയക്ക് ഒരു ടാറ്റു ഉണ്ട്, ഒരു മനസ്സിലുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് നോക്കാം. ഷുഗർക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. പൂജ പറഞ്ഞത് അമ്മ എനിക്കൊരു ചെക്കൻ ഇഷ്ടപ്പെട്ടു പോയി, കൊറിയൻ പോയി. അച്ഛത് ഇങ്ങനെ ജോലി ചെയ്യുന്നതെന്നും പറഞ്ഞു തന്നാൽ എനിക്ക് സ്വന്തം റെസ്റ്റോറൻറ്റ് അച്ഛാ. എനിക്ക് അവന് ഇഷ്ടപ്പെട്ടു. ഷുഗറിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ശരി പൂജ, നിനക്ക് ഓക്കെയാണ്? അച്ഛൻ നമുക്കെല്ലാം ഓക്കെയാണ്. ശരിയെന്നും പറഞ്ഞു. അങ്ങനെ അവർ കൊറിയ ഫസ്റ്റ് മാരേജ് ചെയ്യാതെ അവർ വീട്ടിലൊക്കെ അങ്ങനെ കൊറിയക്ക് വന്നു. അങ്ങനെ കൊറിയയിൽ വന്ന് ഷുഗർക്കും മാരേജും പൂജയ്ക്കും അവിടെ കൊറിയൻ സൈസ് മാരേജ് ആയി. അങ്ങനെ അവിടെ പിന്നെ ഇന്ത്യ സൈസ് മാരേജിക്ക് അങ്ങനെ കൊറിയ മാരേജ് ആയ ശേഷം ഇന്ത്യക്കും പോയി. അങ്ങനെ ഇന്ത്യ സൈസ് മാരേജ് നടക്കാൻ പോകുന്നത്
ഷുഗാരോട് പറഞ്ഞു ഇത്ര ദിവസം മാരേജ് ഉണ്ട്. അങ്ങനെ ഇവിടെ റെസ്റ്റോറൻറ്റ് ലീവ് എടുത്തു. ഷുഗ അവിടെ നിന്ന് വന്നു. ഷുഗറിൻ്റെ ഫ്രണ്ട് ജിന്നാണ് റെസ്റ്റോറൻറ്റ് നോക്കുന്നത്. അങ്ങനെയായിട്ട് അവിടെ ഇത് ചെയ്യാൻ പോയി. കുറച്ച് ദിവസം മാരേജ് നടക്കാൻ പോകുന്നുണ്ട് പറഞ്ഞു. അത് ജിൻ പറഞ്ഞു മച്ചാ എനിക്കതിൽ ജിന്ന് അവിടുന്ന് എനിക്ക് മാരേജിക്ക് പോകണം പറഞ്ഞു. ജിന്നിൻ്റെ ഡാഡിയാണ് റെസ്റ്റോറൻറ്റ് നോക്കാൻ തുടങ്ങി. ജിന്നു ഡാഡി നോക്കാൻ തുടങ്ങി റെസ്റ്റോറൻറ്റ്. നീ പോടാന്ന്. എന്നാൽ ജിന്നു ഹാപ്പി ആയിട്ട് ഇന്ത്യക്ക് വന്നു. അങ്ങനെ ഷുഗർക്ക് മാരേജ് എല്ലാം ഹാപ്പിയായി നടക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യ കൊറിയ കുറച്ച് ഡേയ്സ് അവിടെ ഞാൻ ചോദിച്ചു. ജിന്നുക്കും ഒരു പെണ്ണ് ഇഷ്ടപ്പെട്ടു പോയി. അതെ, റോസിന് ഇഷ്ടപ്പെട്ടു. റോസൊക്കെ എൻഗേജ്മെൻറ്റും അവിടെ നടന്നു. അങ്ങനെയായിട്ടും രണ്ടുപേർക്കൊക്കത്തെ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് പറയുന്നു. ഇല്ല, ഫസ്റ്റ് എൻഗേജ്മെൻറ്റ് നടന്നു, അതിനുശേഷം മാരേജ് ചെയ്യാമെന്ന് അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഇന്ത്യ സൈസ് കുറച്ച് എൻഗേജ്മെൻറ്റ് നടന്നു. നെക്സ്റ്റ് മാരേജ് പോയി നോക്കാൻ എൻഗേജ്മെൻറ്റ് ചേർപ്പിച്ച് വെച്ചു. അങ്ങനെയായിട്ട് പോയി. എന്നാൽ മാരേജുമായിരുന്നു. കൊറിയൊക്കെ പോയി. അങ്ങനെ ഷുഗം കൂടെ എൻജോയ് ചെയ്തെന്നുണ്ടെങ്കിൽ എന്നാൽ വെഡ്ഡിങ് ഫോട്ടോ മതി. വെഡ്ഡിങ് നടന്നു. ഷുഗക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഷുഗ പറഞ്ഞിരുന്നു പൂജ എന്താ ഷുഗ, ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താ ഷുഗ? അതെ, നമുക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ടാവില്ലേ? അതെ. എന്താ ഷുഗ ഞാൻ പറയണം? അതെ എൻ്റെ ഫ്രണ്ടുള്ള ജിൻ കമ്പനിയുടെ CEO ആണ്. ഇത് കേട്ട് ഷോക്കായി. അതെ റെസ്റ്റോറൻറ്റ് എല്ലാവരും വരും. അങ്ങനെ ഷുഗ പറഞ്ഞു ശരിടാ. അങ്ങനെ ജിൻ ഹാപ്പിയായി പറയാൻ തുടങ്ങി. അത് മാത്രമല്ല ഷുഗ പറഞ്ഞു ഞാനൊരു കമ്പനിയുടെ CEO ആണ്. ഇത് കേട്ട് പൂജക്ക് ഷോക്ക്. എന്ത്? അതെ, ഞാനൊരു കമ്പനി CEO ആണ്. മാത്രം റെസ്റ്റോറൻറ്റ് ചുമ്മാ ഞാൻ റൺ ചെയ്യുന്നതാണ്. ഇതായിട്ട് ഷോക്കായിട്ട് നോക്കാൻ തുടങ്ങി പൂജ. എന്താ ഷോക്കായി പോയോ? ഒന്നുമില്ല. അതെ, ഷുഗർ ഹാപ്പി ചെയ്ത് തുടങ്ങി. ഷുഗർ ഇപ്പോൾ കമ്പനിക്ക് പോകാൻ തുടങ്ങി. അതെ, ഇപ്പോൾ പൂജ ആണ് റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റ് കുറച്ച് ഡേയ്സ് കഴിഞ്ഞു. ജിന്നുക്കും മാരേജ് ഡേ വന്നു. മാരേജ് ഡേയും വന്നു.